2004 ജൂൺ മാസം 28-ാം തീയതി ഒരു ചാറ്റൽ മഴയുള്ള വൈകുന്നേരം പുനലൂർ സെൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മിൽട്ടൺ അച്ഛനെ പരിചയപ്പെടുന്നത്. എൻ്റെ ബാച്ചിൽ പഠിച്ച ജസ്റ്റിൻ സക്രിയ ബ്രദറിനെ സെമിനാരിയിൽ കൊണ്ടുവിടുവാനായി പ്രേമച്ചനുമായിട്ടാണ് സെൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിലേക്ക് അന്ന് മിൽട്ടൺ അച്ഛൻ കടന്നു വന്നത്. ദേ ഓർമ്മകളിൽ അച്ഛൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴുകുന്നുണ്ട് കേട്ടോ. മണിക്കുട്ട എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒരു ബ്രദറിനെ കൊണ്ടുവിട്ട രണ്ടച്ഛന്മാരിൽ ഒരാൾ. ആരെയും ആകർഷിക്കുന്ന അച്ഛൻ്റെ വ്യക്തിത്വവും ശബ്ദഗാംഭീര്യവും നീണ്ട 24 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട അനിയ, ഈശോമിശിഹായ്ക്ക് സ്തുതി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സഹോദരന് കിട്ടിയ ആശംസകൾ. യു ആർ വാല്യൂഡ് ആൻഡ് യു ആർ ബ്ലെസ്ഡ്, യു ആർ പ്രഷ്യസ് ഇൻ സോ മെനി വേസ്. നോ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടൊരു ജന്മമാണല്ലോ എന്ന്. പിന്നീട് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ പദവിയിലേക്ക് 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ഉയർത്തപ്പെട്ടപ്പോൾ സെൻറ്റ് റഫേൽസ് മൈനർ സെമിനാരി പ്രീഫെക്റ്റ് ആയിരുന്നു മിൽട്ടൺ അച്ഛൻ. സെൻറ്റ് റഫേൽസ് മൈനർ സെമിനാരിയൻസുമായി ഞങ്ങൾ ആവില ബ്രദേഴ്സ് ഒരുമിച്ച് ഭരണങ്ങാനം പള്ളിയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര നടത്തുമ്പോഴാണ് മിൽട്ടൺ അച്ഛനുമായി കൂടുതൽ സംസാരിക്കുന്നതും അടുക്കുന്നതും. ഞാൻ വീട്ടിലായിരുന്നതുകൊണ്ട് അച്ഛൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് നന്മകൾ പങ്കുവച്ചതും പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കണ്ടതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും കുർബാനയിൽ പങ്കുചേർന്നതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ആ ഭരണങ്ങാനം യാത്രയിലാണ് യുവാക്കളെ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ നമുക്ക് ആകർഷിക്കാനാകും, അവരെ നന്മയിലേക്ക് വഴിനടത്താനാകും എന്നുള്ള വലിയൊരു ജീവിത പാഠം ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികൾക്ക് അച്ഛൻ പകർന്നു നൽകുന്നത്. ഒരുപക്ഷെ ഒരു വൈദികനായിരുന്നു എങ്കിൽ അച്ഛനെപ്പോലെ യുവാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടണമെന്നും ഒരുപാട് നന്മകൾ ചെയ്യണമെന്നും അന്നേ എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണർന്നു. പക്ഷേ വൈദികനായില്ല എങ്കിലും എൻ്റെ അധ്യാപന ജീവിതത്തിൽ ആ യാത്രയും അച്ഛനുമായി ചിലവിട്ട ആ മണിക്കൂറുകളും എന്നെ ഇന്നും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. സെൻറ്റ് റഫേൽസ് മൈനർ സെമിനാരിയിൽ പോയി ഫാദർ ഡാമിയൻ്റെ ഒരു സ്കിറ്റ് ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഫാദർ ഡാമിയനായി വേഷമിട്ടത് ഞാനായിരുന്നു. മിൽട്ടൺ അച്ഛൻ തന്ന കറുത്ത ഒരു ലോഹ ഞാനിട്ടപ്പോൾ അതെനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട്. പിന്നീട് പൂനെ പേപ്പൽ സെമിനാരിയിൽ എനിക്ക് ഫിലോസഫി പഠനത്തിന് അഡ്മിഷൻ കിട്ടി. അന്നത്തെ മെത്രാനായിരുന്ന അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിനെ ക്രിസ്മസിന് വിഷയനായി ഞങ്ങൾ ആവില ബ്രദേഴ്സ് കൊല്ലം ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ ദേ അവിടെ നിൽക്കുന്നു മിൽട്ടൺ അച്ഛൻ. ഞാൻ അല്പം ജാടയ്ക്ക് എനിക്ക് പൂനെയിൽ അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ ഇംഗ്ലീഷിൽ അച്ഛനോട് തട്ടിവിട്ടു. പിന്നീട് ഞാൻ സെമിനാരിയിൽ നിന്നിറങ്ങിയ രാത്രിയിൽ അച്ഛൻ എന്നെ വിളിച്ചു. മോനെ സജീവേ, ഇവിടെ മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. നീ എവിടെ പോകാമെന്നാ പറഞ്ഞേ? പൂനെയിലോ? വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് പകരം തന്നത് മരിച്ചാലും മറക്കാൻ കഴിയാത്ത കുറേ നല്ല ഓർമ്മകളാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകിയിട്ടോ മിൽട്ടൺ അച്ഛൻ. എൻ്റെ എല്ലാ ജന്മദിനങ്ങളിലും മറക്കാതെ അതിരാവിലെ എന്നെ ഓർക്കുന്നതും. പ്രിയ സഹോദര, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജന്മദിനത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം അങ്ങേ വളർത്തി അനുഗ്രഹിച്ചു. ഒരിക്കൽ എൻ്റെ വിവാഹ വാർഷിക ദിനത്തിൽ ഞാൻ പറയാതെ തന്നെ കുർബാന അർപ്പിച്ചതും ബലിമധ്യേ എന്നെ ഓർത്തതുമൊക്കെ
എൻ്റെ സഹപാഠിയായ അനീറ്റ എന്നെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ മിഴികൾ നിറയുകയായിരുന്നു. ഞാൻ എങ്ങനെ അച്ഛനോട് ഇതിനൊക്കെ നന്ദി പറയുക? അനിയ, നിനക്കാകാൻ പറ്റാതെ പോയ പൗരോഹിത്യമാണ് ഞാൻ ജീവിക്കുന്നത്. നിന്നെപ്പോലെ ആഗ്രഹിച്ചിട്ടും ഒരു വൈദികനാകാൻ പറ്റാതെ പോയ അനേകായിരങ്ങളുടെ ബലിയിലല്ലേ ഞാൻ പങ്കുചേരുന്നത്? ആ കുർബാനയല്ലേ ഞാൻ അർപ്പിക്കുന്നത്? ആ പൗരോഹിത്യത്തിലല്ലേ ഞാൻ പങ്കുചേരുന്നത് എന്ന് ഒരിക്കൽ അച്ഛൻ എന്നെ ഓർമ്മപ്പെടുത്തിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് എൻ്റെ ബാച്ചുകാരനായ ബിബിൻ ജോസഫ് അച്ഛനെ കാണാനായി ഇരവിപുരത്ത് ഞാനും തോംസണും കടന്നു വന്നു. എന്നെ കണ്ട മാത്രയിൽ തന്നെ സജീവേ എന്ന് അച്ഛൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വിഴികൾ നിറഞ്ഞുപോയി കേട്ടോ. കാരണം വർഷങ്ങൾക്ക് ശേഷവും അങ്ങയുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ട്, അങ്ങയുടെ ഓർമ്മകളിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വളരെ ചെറുതായി പോയി കേട്ടോ. അന്ന് അച്ഛൻ ലെനിൻ ഡാർവിൻ അച്ഛനെക്കുറിച്ചും ചെറിയ തങ്കച്ചൻ അച്ഛനെക്കുറിച്ചുമൊക്കെ ഒരുപാട് നന്മകൾ എന്നോട് പങ്കുവച്ചപ്പോൾ ശരിക്കും അങ്ങയോട് ഒരുപാട് ബഹുമാനം തോന്നി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ എൻ്റെ ഹൃദയം ക്രിസ്തു സ്നേഹത്താൽ ജ്വലിക്കുകയായിരുന്നു. പിന്നീടൊരിക്കൽ കോവിൽത്തോട്ടം സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൽ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ്സിനായി കടന്നു വന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ എൻ്റെ കൈ നിറയെ സമ്മാനങ്ങൾ എനിക്ക് നൽകിയതും അനിയ, ഞാനിത് നൽകുക വഴി എനിക്കൊന്നും കുറഞ്ഞു പോകുന്നില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും ആ കത്തിജ്വലിക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി മരണം വരെ ഞാൻ ഈ ദിനത്തെ മറക്കില്ല അച്ഛാ എന്ന് ഞാൻ പറഞ്ഞതും നമ്മൾ ആ പള്ളിയിൽ കയറി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതുമൊക്കെ എങ്ങനെയാ മരണം വരെ ഞാൻ മറക്കുക? പ്രേമച്ചനെ സ്വന്തം സഹോദരനെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരുപാട് ബഹുമാനം തോന്നി കേട്ടോ. ഒരുപക്ഷെ ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ട ആ പൗരോഹിത്യം ജീവിക്കുന്ന വിശുദ്ധനായൊരു വൈദികൻ. പ്രിയമുള്ള മിൽട്ടൺ അച്ഛ, നിങ്ങളെപ്പോലുള്ള പുരോഹിതരാൽ ഞാൻ പൗരോഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. കാലങ്ങൾക്കിപ്പുറവും എൻ്റെ രാവുകളെയും പകലുകളെയും ധന്യമാക്കുന്ന അങ്ങയുടെ പ്രാർത്ഥനകൾക്കും അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ കരുതുന്നതിന്, എന്നെ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്നതിന്, മരിച്ചാലും മറക്കാൻ കഴിയാത്ത കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന് 1000 നന്ദി. പ്രിയപ്പെട്ട മിൽട്ടൺ അച്ഛ, അങ്ങ് ഞങ്ങൾക്ക് ഒരനുഗ്രഹമാണ്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ജീവിതാർപ്പണത്തിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന അങ്ങേപ്പോലെ ഒരു മകനെ കൊല്ലം രൂപതയ്ക്ക് സമ്മാനിച്ച പുണ്യം ചെയ്ത അങ്ങയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട മിൽട്ടൺ അച്ഛന് ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി 1000 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു.